റവന്യൂ എൻഫോഴ്സ്മെന്റ് ആണ്. ഞങ്ങൾക്ക് വീടൊന്ന് സെർച്ച് ചെയ്യണം. എന്തിനാ? ഇവിടെ കള്ളപ്പണമൊന്നും ഇരിപ്പില്ല. ഇൻകം ടാക്സ് റിട്ടേണുകൾ കൃത്യമായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. പിന്നെന്തിനാ ഇപ്പോൾ സെർച്ച്? ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, നിങ്ങൾക്ക് ചെയ്തേ പറ്റൂ. കാര്യം നിങ്ങളിവിടെ ഇരിക്കണം. നിങ്ങൾ കൂടെ വരണം. കൂടെ ചെല്ലുണ്ടി തന്നെ. ഫോൺ നമ്പർ കഴിഞ്ഞു. ഇവിടെ ബ്ലാക്ക് മണി ഉണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീട് സെർച്ച് ചെയ്തത്. ഇതിന്റെ പേര് സെർച്ച് എന്നല്ല, ഈ കാണിച്ചിട്ടിരിക്കുന്നതിന്റെ പേര് തെമ്മാടിത്തരമെന്നാ. മുതലാളി ചോദിക്കണ്ട, ഞങ്ങൾക്ക് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. വരട്ടെ. നിന്നെ 2 കാര്യങ്ങൾ ചെയ്തിട്ടേ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂ. എന്റെ വീട് സെർച്ച് ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി ഒപ്പിട്ട് തന്നിട്ട് പോണം. 2, ഈ വാരി വലിച്ചിട്ടിരിക്കുന്ന സാധനങ്ങള് പഴയതുപോലെ ഇരുന്നെടുത്ത് അടുക്കി വെച്ചിട്ട് പോണം. ഒരുപാട് മുതലാളിമാരെ കണ്ടിട്ടുള്ളതാ ഞങ്ങള്. വെറുതെ പ്രഷർ കൂട്ടണ്ട. പ്രഷറും പ്രമേഹവും ഉള്ള മുതലാളിമാരെ നീയൊക്കെ കണ്ടിട്ടുള്ളൂ. ഒരടി മുമ്പോട്ട് വെച്ച് അടിച്ച് പല്ലേം താഴെയിടും. എന്തിനെങ്ങനെ ഒച്ചത്തി സംസാരിക്കുന്നത്? സാർ ഇരിക്കണം. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അതുപോലെ എഴുതി ഒപ്പിട്ട് കൊടുത്താട്ടെ. അപ്പോഴത്തേക്ക് ഞാനും പാസിയും കൂടി ഇതൊക്കെ അടുക്കി വെച്ചോളാം. സാർ എന്നാട്ടെ. സാർ ഇരിക്കണം. വെറുതെ പാസിയെ ഒന്ന് വന്നേട്ടെ. I am Vijayanand, Assistant Commissioner, Income Tax. ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് കിട്ടിയ ഇൻഫർമേഷൻ ശരിയാണെന്ന് പ്രൈമ ഫാസി ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ പെട്ടി തുറക്കാം. ഇപ്പൊ ഇതിൽ എത്ര രൂപയുണ്ട്? 33,66,000. 1 രൂപ പോലും നികുതി കൊടുക്കാതെ ദിവസവും ലക്ഷക്കണക്കിന് രൂപയുടെ പണമിടപാട്. ചെക്കവല്ല ഗോപാലകൃഷ്ണപിള്ളേ, ഇങ്ങനെയാണെങ്കിൽ ആദായ നികുതി വകുപ്പ് അടച്ചു പൂട്ടേണ്ടി വരുമല്ലോ. ഞങ്ങളുടെ സെർച്ചിൽ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യണം. സാർ നിന്നാട്ടെ. സഹാവേ, അതൊക്കെ എടുത്ത് സാറിന്റെ കയ്യിലോട്ട് കൊടുത്താട്ടെ. നോ. റിസർവ് ബാങ്ക് ചട്ടം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു NBFC നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയാണ് എന്റെ ഗണേഷ് ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കൊച്ചി ഇൻകം ടാക്സ് സെക്ടറിൽ കൃത്യമായി ഞാൻ അക്കൗണ്ട് ഫയൽ ചെയ്യുന്നതാണ്. നികുതി അടയ്ക്കുന്നുണ്ട്. സാറിന് വേണേ ബുക്സ് പരിശോധിക്കാം. കണക്കിപ്പെടാത്ത 1 രൂപയോ അസറ്റ്സിന്റെ രേഖകളോ ഈ വീട്ടിലില്ല. സാർ അകത്തോട്ടിരുന്ന ഈ ബുക്സും IT റിട്ടേണിന്റെ കോപ്പികളും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഒക്കെ വിശദമായി പരിശോധിച്ചാട്ടെ. അതുകൊണ്ടൊന്നും ബോധ്യപ്പെട്ടില്ലെങ്കിൽ സാറിന് എന്ത് സെർച്ച് വലയിലും നടത്താം. പക്ഷേ ഒരു കാര്യം, ചെന്ന് കയറുന്ന വീടിന്റെ അടിത്തറ മാന്തി പൊളിക്കുകയും ഭിത്തി ഇടിച്ചു നിരത്തുകയും ചെയ്യുന്ന സ്ഥിരം IT കലാപരിപാടി ഇവിടെ അരങ്ങേറുകയാണെങ്കിൽ തിരിച്ചു വെളിയിലോട്ട് വരുമ്പോ സാറിന്റെ കയ്യിൽ ഇതുവരെ ആരും കാണാതെ ഞാൻ ഒളിപ്പിച്ചു വെച്ച ഒരു നിധി കുംഭം ഉണ്ടാവണം. അല്ലേ ഒരുത്തനും പിള്ളേരുടെ പടി കടക്കത്തില്ല. സാറ് പരിശോധന തുടങ്ങാം. സോറി മിസ്റ്റർ ഗോപാലകൃഷ്ണപിള്ള, വി ആർ കൺവിൻസ്ഡ്. തെറ്റായ ഇൻഫർമേഷന്റെ പുറത്ത് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ വിഷമമുണ്ട്. സെർച്ച് വാറന്റ് ഇനിയും തീർന്നില്ലേ സാർ? സെർച്ചിനെ കുറിച്ചുള്ള ഈ പ്രഹസനം 2 ദിവസം മുമ്പ് റെയ്ഡിനെ കുറിച്ച് പത്രത്തിൽ കണ്ടല്ലോ. വെണ്ടയ്ക്ക മുഴുപ്പിൽ അനന്തന്റെ വീട്ടിൽ റെയ്ഡ്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ചില രഹസ്യരേഖകൾ കിട്ടിയെന്ന്. എന്താ സാറേ ഈ രഹസ്യരേഖകൾ? ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. നാട്ടുകാരുടെ മുമ്പിൽ അനന്തനെയും കുടുംബത്തെയും താറടിച്ച് കാണിക്കണം, അതല്ലേ നിങ്ങൾക്ക് ഉദ്ദേശമുള്ളൂ? താൻ എന്ത് പറഞ്ഞാലും ശരി, ഞങ്ങൾ ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്യും. വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അത്ര നാണവും മാനവും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ തൊഴിലിന് ഇറങ്ങുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. തിരിച്ചാലോചിക്കുന്നതാവും കുറെ കൂടെ ഭംഗി. ചെയ്യുന്ന തൊഴിലിനോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. ഞാൻ സ്വീകരിച്ചേ. അതല്ല നിങ്ങളുടെ ഉദ്ദേശം എന്ന് നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാ സാറേ നിങ്ങൾ സെർച്ച് ചെയ്യണം സാറേ? കമോൺ. എന്തോ സെർച്ച് നീതിയിരിക്കുന്നു. ചിലപ്പോ കണ്ടെന്നിരിക്കും. ഇങ്ങോട്ട് മാറി നിൽക്കണോ? താനേ ടാങ്ക് ഓർക്കും. സാർ ഇതിനകത്തൊന്നുമില്ല. ഇത് തുറക്കും.
അയ്യോ അല്ല ഇത് വല്ല പട്ടി വെച്ചാണോ? പട്ടി ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ സാധിച്ചു. സാറേ കൈ എഴുതിട്ട് സോപ്പ് എടുത്താൽ മതി, അല്ലെങ്കിൽ സോപ്പ് നാറും. അയ്യോ എന്തൊരു നാറ്റോ. എന്താ സാർ വല്ലതും കിട്ടിയാ?